ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഐഫുവിനെ സ്റ്റാർട്ട് ചെയ്തോ. വൃത്തി എന്ന പാഠം. പാഠം 11. വൃത്തി. ദൈവമേ കൈത്തോളം കൈക്കുമാറാകണേ. പാപമാ എന്നെ കാക്കുമാറാകണേ. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. കൃത്യം ചെയ്യണം. ശ്രദ്ധയുണ്ടാകണം. സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. എല്ലാം ബൈ ഹാർട്ടാണ്. മിസ്സിനോട് പറഞ്ഞ് വായിക്കാൻ അറിയാത്തോ? ക്ഷണം. അമ്മ. ഗോപി എഴുന്നേക്കും നേരം വെളുത്തു. ഗോപി: അമ്മേ, ഞാൻ എഴുന്നേറ്റു പല്ലു തേക്കുകയാണ്. അമ്മ: നഖം മുറിക്കാൻ മറക്കല്ലേ. ഗോപി: നഖം മുറിച്ചു കഴിഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മ: ഗോപി, നിന്റെ വസ്ത്രം അലക്കി വെച്ചിട്ടുണ്ട്. ഗോപി: ശരി അമ്മേ. ഞാൻ പുസ്തകം സഞ്ചിയിൽ വെക്കട്ടെ. അമ്മ: വേഗം പുറപ്പെട്ടോളൂ. അപ്പു മുറ്റത്ത് കാത്തു നിൽക്കുന്നു. മിസ്സേ, ഇത് തെറ്റും ബൈഹാർട്ടായിട്ട് വായിച്ചതാണല്ലേ? അല്ല, കുഴപ്പമില്ല. അവർക്ക് അത്ര കുറച്ചൊരു വലിയ പാഠല്ലേ അത് അങ്ങനെ ഒന്ന് വായിക്കാൻ അവരായിട്ടില്ല. എനിക്കിങ്ങനെ കൂട്ടിക്കൂട്ടി വായിക്കുന്നത്. ചില കുട്ടികൾ ചിലപ്പം വായിക്കുന്നുണ്ടാവും. മോള് ബൈഹാർട്ട് പഠിക്കണ്ട, ആവുന്നത്ര നോക്കി വായിച്ചേ. നമ്മൾ ചിഹ്നങ്ങളൊക്കെ പഠിച്ചതല്ലേ, വായിച്ചോ. ആ ചിഹ്നങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇടക്കിടക്കേ കിട്ടുന്നില്ല. ഇടക്കിടക്ക് മിസ് ഒന്ന് ഡിക്റ്റേഷനിൽ ഇട്ടാ പഠിക്കട്ടേനു. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ ഒന്നൊരു ശ്രദ്ധയില്ല. ഈ ചിഹ്നങ്ങളെല്ലാം വരുമ്പോ വായിക്കാൻ കഴിയില്ല ഇടക്കിടക്ക്. ഇപ്പൊ ഒക്കെ ആവുന്നുണ്ട്. എന്നാലും ഡിക്റ്റേഷൻ ഡിക്റ്റേഷൻ ചിഹ്നങ്ങൾ മാത്രാണോ ഉദ്ദേശിക്കുന്നത്? ചായ കഴിച്ച് ലീലയുടെ വീട്ടിൽ കളിക്കാൻ പോയി. ലീല അവളെ കാത്തിരിക്കുകയായിരുന്നു. കളിച്ച് വിയർത്തു കുളിച്ചാണ് അവൾ മുഷിഞ്ഞ ഉടുപ്പുകൾ അലക്കാനിട്ടു. കൈകാലുകൾ തേച്ചു കഴുകി. കുളിച്ചു. അലക്കി തേച്ചു. അലക്കി തേച്ചുന്നുണ്ടോ? അലക്കി ചന്ദ്രക്കലിട്ട് എന്താണ്? തേച്ച് അലമാരയിൽ അടുക്കി വെച്ച ഉടുപ്പ് അണിഞ്ഞു. ഫുൾ സ്റ്റോപ്പ്. ഉമ്മയോട് ഭക്ഷണം ചോദിച്ചു. ഉമ്മ പാകമാക്കുമ്പോൾ എഴുതുകയും വായിക്കുകയും ചെയ്തു. ആഹാരം
രാക്ക് വെള്ളിയിട്ടാല് ഴി. കഴി. കഴിക്കാനായി എല്ലാവരും ഒന്നിച്ച് ഇരുന്നു. അവൾ ഉമ്മയുണ്ടാക്കിയ അട കഴിച്ചു. കൈയും വായയും കഴുകി പല്ല് തേച്ചു പ്രാർത്ഥിച്ചു ഉറങ്ങാൻ കിടന്നു. ഉമ്മ അവൾക്കു കഥ പറഞ്ഞു കൊടുത്തു. കഥ കേട്ട് അവൾ ഉറങ്ങിപ്പോയി. ഓക്കെ അമൃത. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അടുത്തത് ആരൊക്കെയോ കൈപൊക്കുന്നുണ്ടായിരുന്നല്ലോ നേരത്തെ. റിച്ചാർഡ്. ഓക്കെ, റിച്ചാർഡ് അടുത്ത പേജ് വായിച്ചോ. അതായത് 42. എല്ലാരും ശ്രദ്ധിക്കണേ വായിക്കുന്നത്. ആമിനയെ കളിക്കാൻ കാത്തിരിക്കുന്നതാര്? കാത്തിരിക്കുണ്ടോ? കാത്തിരുന്നത് ആര്? ആരായിരുന്നു? നീല. ഓക്കെ, നെക്സ്റ്റ്. അലക്കി തേച്ച ഉടുപ്പ് അടുക്കി വെച്ചത് എവിടെ? അലമാരയിൽ. ഓക്കെ, നെക്സ്റ്റ്. ഉമ്മ അവൾക്കു കഥ പറഞ്ഞു കൊടുത്തു. കൊടുത്തത് എപ്പോൾ? ഉറങ്ങാൻ കിടന്നപ്പോൾ. ഓക്കെ, നെക്സ്റ്റ്. ആമിന കഴിച്ച പലഹാരം എന്ത്? അട. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അടുത്ത ആരാ വായിക്കുന്നേ? ആരെന്താ കൈവക്കാത്തെ? ഓക്കെ, ഇവിടെ അലൻ. എല്ലാരെയും വായിപ്പിക്കും. വായിച്ചു പഠിച്ചേ. ചെറിയ വീട്. അല്ല മോനെ, അതല്ലടാ. 42ാമത്തെ പേജിൽ തന്നെ ആമിന കഴിച്ച പലഹാരം എന്ത്? അത് കഴിഞ്ഞിട്ടുള്ളത് ചോദ്യവാക്യം എഴുതാം എന്നുള്ളത്. ആമിനയോടൊപ്പം അത് ആമിനയോടൊപ്പം കളിച്ചത് ആര്? നെക്സ്റ്റ്. മോൻ ഒറ്റക്ക് വായിച്ചാ മതി. കളിക്കാൻ പോയത് എവിടെ? ലീലയുടെ വീട്ടിൽ. ആമിന ചിന്നൂട്ടാല് ലീലയുടെ വീട്ടിൽ പോയത് എപ്പോൾ? ഓക്കെ, എപ്പോഴാണ്? വന്നപ്പോൾ. നെക്സ്റ്റ്. ആമിന ക്കാൻ ഇട്ടത് എന്ത്? മുഷിഞ്ഞ വസ്ത്രം. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വായിക്കുന്നുണ്ടോ? ജാമുവിന്റെ ചെറിയ വീട്. ഹെഡിങ് എന്താണ്? നമ്മുടെ ഹെഡിങ് എന്താണ്? രാമുവിന്റെ വീട് അല്ലേ? രാമുവിന്റെ വീട്. രാമുവിന്റെ ചെറിയ വീട്. തൊടിയിൽ വലിയ മരം. തൊഴുത്തിൽ കറുത്ത പശു. പാടത്ത് വെളുത്ത കൊക്ക്. മേശപ്പുറത്ത് തടിച്ച പുസ്തകം. കൂട്ടിൽ മെലിഞ്ഞ പട്ടി. മുത്തശ്ശിയുടെ നീണ്ട വടി. മുത്തുവിന്റെ ഉരുണ്ട പന്ത്. അത്ര വരെയാണ് നമ്മൾ എടുത്തത് അല്ലേ? ഇനി പകർത്തി എഴുതേണ്ടത് അവിടെ എഴുതാനുണ്ട്. അത് നമുക്ക് എഴുതാം.
അപ്പോ ഇനി ആരാ വായിക്കുന്നത്? നമുക്കിന്ന് വായിപ്പിച്ച് നോക്കാലോ, കുട്ടിക്ക് വായിക്കാനാവുന്നുണ്ടോന്ന്. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചിഹ്നങ്ങള് ആർക്കും അറിയില്ല, മറന്നുപോയോ? ഓക്കെ, എല്ലാവരും ഒന്ന് സ്ലേറ്റ് എടുത്തേ. all of you take your slate. സ്ലേറ്റ് എടുത്ത് നമുക്ക് എഴുതി നോക്കാലോ ചിഹ്നങ്ങൾ എങ്ങനെയുണ്ടെന്ന്. അക്ഷരങ്ങൾ അറിയാലോ, സ്വരാക്ഷരങ്ങൾ എല്ലാവർക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇനി? നമുക്ക് സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ് നീയാ? സ്വരാക്ഷരങ്ങള് എഴുതണ്ട, പറഞ്ഞാ മതി. ഏതാണ് സ്വരാക്ഷരങ്ങൾ മലയാളത്തിലെ? ആ ആ ഈ ഉ ഉ ഇറ എ ഐ എ എ ഓ ഓ ഔ. ഹിന്ദിയിലെ പോലെയല്ല. ഓ ഓ ഔ. ഓ ഹിന്ദിയും കൂടി മിക്സ് ആയി പോയി. അതാണ്, ഹിന്ദിയിലെ പോലെ അല്ല. അത് ഓർമ്മിക്കണം നിങ്ങൾ മലയാളം എഴുതുന്ന സമയത്ത്. ഓ ഓ ഔ അം ആ. മലയാളത്തിൽ എ ഐ അല്ല, എ ഐ ഉണ്ട്. ഓക്കെ, ഹിന്ദിയിലാണെങ്കിൽ നിങ്ങൾ എ ഐ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ ആ ഇ ഉ ഊ ഇർ എ ഐ ഓ ഓ ഔ അം ആ. ഇതാണ് സ്വരാക്ഷരങ്ങൾ. എല്ലാ മക്കൾക്കും അറിയില്ലേ അത്? അറിയോ? എത്ര പേർക്ക് അറിയും? ഒന്ന് കൈ കാണിച്ചേ. അറിയുന്നവര്, കംപ്ലീറ്റ് എഴുതാൻ കാണാതെ അറിയുന്നവര്, കാണാതെ കംപ്ലീറ്റ് എഴുതാൻ അറിയുന്നവര്. സേറൊക്കെ അറിയില്ലേ? സേറ സ്വരാക്ഷരങ്ങള് അറിയോ? എന്തിന്റെ കൈപൊക്കാത്തെ? ഓക്കെ, ഇവിടെ ഹാദിക്ക് അറിയാം, നീലാഞ്ജനക്ക് അറിയാം, നാസ ഓക്കെ അറിയാം. അപ്പൊ അറിയാത്ത ആരുമില്ല, ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ, പിന്നെ മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ചില്ലക്ഷരങ്ങള് ഏതാണ് ചില്ലക്ഷരങ്ങള്? ഏതാ ചില്ലക്ഷരങ്ങൾ ആൻഡ്രോസേ? ഏതാണ് ചില്ലക്ഷരങ്ങൾ? ഏതൊക്കെയാണ്? 5 എണ്ണാനുള്ളത്, അത് ഏതൊക്കെയാണ്? ആൻഡ്രോസ് ഡെന്നി പറഞ്ഞോ. ആൻഡ്രോസിന് കേൾക്കുന്നില്ലേ? ആൻഡ്രോസേ പറഞ്ഞോ. ഓക്കെ, 5 എണ്ണാണ് ചില്ലക്ഷരങ്ങള്, മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതാണ് വ്യഞ്ജനാക്ഷരങ്ങള്? മിസ് ചോദിക്കുന്നവര് പറഞ്ഞാ മതിയേ. ഏതാണ് അദീന വ്യഞ്ജനാക്ഷരങ്ങള്? അദീന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. വ്യഞ്ജനാക്ഷരങ്ങള്, മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഈ സ്വരാക്ഷരങ്ങളല്ലേ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെ? ആർക്കൊക്കെ അറിയും വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന്? അത് തന്നെ, കാക്ക കാക്കങ്ങ പറഞ്ഞു. കാക്ക കാക്കങ്ങ എന്ന് മാത്രം പഠിച്ച പോലെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പഠിക്കണം കേട്ടോ. ഏതാണ് പറഞ്ഞു എന്നദീന? അറിയോ? ഓക്കെ, ഏതൊക്കെയാണ്? ക ഖ ഗ ഘ ങ ച ഛ ജ ച ഞ ട ഠ ഡ ഠ ണ. പിന്നെയോ ത ത ക ച ട ത പ. ഞാൻ ഓർമ്മിക്കാനുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ക ച ട ത പ. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ക ച ട ത പ. അപ്പൊ അത് വെച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ടാ കഴിഞ്ഞിട്ട് ടാ കഴിഞ്ഞിട്ട് പ എഴുതരുത്, തായാണ്. ത ഥ ദ ഥ ന. പ ഫ ബ ഭ മ. യ ര ല വ ശ ഷ സ ഹ ള ഴ റ അല്ലെ? ഇത്രയാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെ? ആർക്കെങ്കിലും അത് അറിയാതെ ഉണ്ടോ? എഴുതാൻ കാണാതെ, എഴുതാൻ അറിയാത്ത എത്ര പേരുണ്ട്? അറിയുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കുവോ? ഈ സ്ക്രീനിൽ മുഴുവനാക്കും അറിയാം. മിഗ്ദാദിന് അറിയില്ലേ? മിഗ്ദാദേ വ്യഞ്ജനാക്ഷരങ്ങൾ അറിയോ? മിഗ്ദാദേ കൈ പൊങ്ങുന്നില്ലല്ലോ, കേൾക്കുന്നില്ലേ?
ഓക്കെ അറിയാം. നെക്സ്റ്റ് ടേബിളിന് റിച്ചാർഡിന് അറിയില്ലേ? റിച്ചാർഡേ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നോക്കട്ടെ, അടുത്ത സ്ക്രീനിൽ ആർക്കാ അറിയാത്തല്ലേ നോക്കട്ടെ. വ്യഞ്ജനാക്ഷരങ്ങള് അറിയാത്ത ജിയ റോസിന് അറിയില്ലേ? ജിയ റോസേ അറിയോ? ജിയ കുട്ടി നീയൊക്കെ അറിയാ? നാസ കൈവെക്കുന്നില്ലല്ലോ. നാസ ഓക്കെ. സേറ മരിയ ദേവർഷക്കറിയാ? ഓക്കെ. ആൻഡ്രോസിനും ദേവാനന്ദിനും അറിയില്ലേ മോനെ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും അറിയാന്നാണ് കൈവെക്കുന്നത്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞോ മിസ്സിനോട്. വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് കാണാതെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അത്ര വരെ മനസ്സിലായോ മക്കളെ? മനസ്സിലാവാത്തവരുണ്ടോ ഇനി? ആ ഈ ഐഫുന മനസ്സിലായോ? ഐഫുന ഓക്കെ. അപ്പൊ ചിഹ്നങ്ങൾ നിങ്ങൾ മറന്നു പോകാനല്ല ഇത് പഠിക്കുന്നേ. അപ്പോ ആ 3 ചിഹ്നങ്ങൾ നമ്മളിപ്പോ പഠിച്ചത്, അതില് ഏത്? ഒന്ന് ഇത് ആ എന്ന ചിഹ്നവും, 2 ഈ എന്ന ചിഹ്നവും, 3 ഈ എന്ന ചിഹ്നവും. ഇത് 3 ഇനി മറക്കോ നിങ്ങള്? ഇല്ല അല്ലെ? ആ എന്ന ചിഹ്നം. അപ്പൊ ഏതൊരു അക്ഷരത്തിന്റെ കൂടെയും ഈ ചിഹ്നം ആ എന്ന ചിഹ്നം ഇട്ടാൽ നിങ്ങൾ ആ എന്ന ഉച്ചാരണത്തോടുകൂടി വായിക്കണം. നെക്സ്റ്റ് ദേവാംഗ ഇവിടെ ശ്രദ്ധിച്ചേ മോനെ. അപ്പൊ ഏത് അക്ഷരത്തിന്റെ കൂടി ഇങ്ങനെ ഒരു വള്ളിയാണ് ഇട്ടെങ്കിൽ ഈ, കി, ചി, മീ, തി അങ്ങനെ വായിക്കണം. ഓക്കെ. അപ്പൊ അടുത്ത ഈ ചിഹ്നം ചുരുക്ക് വള്ളിയാണെങ്കിൽ ഈ, മീ, തി, പി അങ്ങനെ വായിക്കണം. ഓക്കെ. അപ്പൊ കീരി എങ്ങനെയാ എഴുതുക? കീരിന്ന് രാ എഴുതിയിട്ട് അപ്പൊ ഇതെന്താ വായിക്കുക? എന്താ വായിക്കുക ജിയ? ഇതെന്താ വായിക്കുക? ഇതെന്താ വായിക്കുക ഇപ്പോ? കീരി. ഓക്കെ. കീരി. കാക്ക് ഈ എന്ന ചിഹ്നമിട്ടു, രാക്ക് വെറും ചുരുക്കില്ലാത്ത വള്ളി ഇട്ടു അല്ലെ? അപ്പൊ കീരിന്ന് വായിക്കും. അപ്പോ അടുത്ത മിസ് എഴുതുന്നത് വായിക്കണേ. എന്താണ്? എന്താ ദേവാംഗയെ വായിക്കുക ഇത്? എന്താ ഇത് വായിക്കുക? വായാണ്. എന്നിട്ടോ ചുരുക്കു ചിഹ്നമിട്ടു. വായിച്ചോ? ആരും ഹെൽപ്പില്ലാതെ വായിച്ചേ. ഓക്കെ. വീണ അല്ലെ? ചുരുക്ക് വള്ളിയിട്ടു വീണ അല്ലെ? വീണ അല്ലെ? അടുത്തത് ഇപ്പൊ ചിഹ്നങ്ങൾ മനസ്സിലായോ? അടുത്തത് വീണാന്ന് വായിക്കണ്ട്. കാക്കോളിയുടെ കാക്കോളിട്ടാണ് വരല്ലേ. ഇപ്പൊ ഞാൻ എഴുതിയത്, അടുത്ത ഇപ്പൊ മിസ് എഴുതിയത് മിസ് പറയുന്ന ആള് വായിക്കണേ. നീലാഞ്ജന ഒന്ന് വായിച്ച മോളെ. അത് എന്താ ഇപ്പൊ എഴുതിയത് മിസ്? മീട്ടി അല്ലെ? മാക്ക് ചുരുക്കു വള്ളി ഇട്ടു, ടാക്ക് ചുരുക്കില്ലാത്ത ഈ എന്ന വള്ളി ഇട്ടു അല്ലെ? വെറും വള്ളി ഇട്ടു. അപ്പൊ ഇതെന്താ വായിക്കും? ഇപ്പം കൂട്ടി വായിക്കുമ്പം വീണ മീട്ടി അല്ലെ? വീണ മീട്ടി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കേണ്ടത് അല്ലെ? അപ്പോ ഇത് ആ എന്ന ചിഹ്നം ഇന്ന് ഇന്ന് നമ്മൾ 3 ചിഹ്നങ്ങളാണ് പഠിച്ചത്. ആ എന്ന ചിഹ്നവും, ഈ എന്ന ചിഹ്നവും, ഈ എന്ന ചിഹ്നവും. ഇനി അടുത്ത ദിവസത്തേക്ക് ഈ ചിഹ്നങ്ങൾ നിങ്ങൾ മറക്കരുത്. മറന്നാൽ നല്ല അടിയാണേ. ഓക്കെ. അപ്പോ നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഓക്കെ, ബൈ, സീ യു. ഓക്കെ, ബൈ.
ഓക്കെ, അപ്പൊ ഇത് മറന്നു പോയതേ. 3 ചിഹ്നങ്ങൾ നിങ്ങൾ എഴുതി 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 പഠിക്കണം. ഇനി ചിഹ്നങ്ങൾ അത് വരുമ്പോ തെറ്റരുത്, വായിക്കാൻ പഠിക്കണം. ഓക്കെ, ബൈ, സി യു.